വീണ്ടും നമ്മളൊരു മെറ്റൽ സ്റ്റെയർ കേസിന്റെ നമ്മളുടെ വർക്കിന്റെ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. മെറ്റൽ സ്റ്റെയർ കേസ് ഒരുപാട് വീഡിയോസ് നമ്മൾ പല രീതിയിലും പല മോഡലിലുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ താഴെ സിംഗിൾ സ്ട്രിങ് മെറ്റൽ സ്റ്റെയർ കേസ് ആണ് ചെയ്തിട്ടുള്ളത്. മുകളിലാണെങ്കിൽ കാൻലിവർ ആയിട്ടാണ് കേട്ടോ. സപ്പോർട്ട് എല്ലാം ചുമരിനകത്ത് പോകുന്ന രീതിയിൽ ചെയ്തെടുത്ത ഒരു സ്റ്റെയർ ആണ് മുകളിൽ. അപ്പോൾ ഇവിടെ ലാൻഡിങ് ഓൾറെഡി സ്ലാബ് കോൺക്രീറ്റിൽ ഓൾറെഡി ലാൻഡിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ലാൻഡിങ് മെറ്റലിൽ ചെയ്യേണ്ട ആവശ്യം വന്നില്ല, താഴെ മാത്രമേ ചെയ്യേണ്ട ആവശ്യം വന്നുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ സിംഗിൾ സ്ട്രിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്ന 5x5 സ്ക്വയർ ട്യൂബാണ്. 5x5 MS-ന്റെ ടാറ്റ സ്ക്വയർ ട്യൂബാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു ഫിഷ് ടാങ്ക്, ഒരു അക്വേറിയം ഉണ്ട് കേട്ടോ, വാട്ടർ ടാങ്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഈ സ്റ്റെയർ കേസിൻ്റെ ഫുൾ വർക്ക് കഴിഞ്ഞാൽ നല്ല വ്യൂ ആയിരിക്കും അങ്ങോട്ട്. ഗ്ലാസ് ആൻഡ് റെയിലാണ് പ്രത്യേകിച്ച് ഇതിൽ വരുന്നത്. ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഫസ്റ്റ് വരുന്നത് 2 സ്റ്റെപ്പാണ്. അപ്പോൾ മെറ്റൽ സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ വീഡിയോയിലും നമ്മൾ പറയാറുണ്ട് ഈ ഒരു ഹൈറ്റ്, റേസേഴ്സിന്റെ തമ്മിലുള്ള ഹൈറ്റ്, ഒരു സ്റ്റെപ്പ് നിന്ന് ഒരു സ്റ്റെപ്പിലുള്ള ഹൈറ്റ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഫസ്റ്റ് ഫ്ലോർ ലെവൽ കറക്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ളതാണ്. പിന്നെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള 10 mm തിക്നെസ്സിന്റെ MS-ന്റെ പ്ലേറ്റ് തന്നെയാണ്. അതിന് നമ്മൾ വുഡ് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി അതിൽ സ്ക്രൂ ഹോൾസ് നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്ത് വെക്കുന്നത് അത്രയും നല്ലതായിരിക്കും. പിന്നീട് അത് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അത് വിത്ത് കൗണ്ടറിങ് കൂടി ചെയ്യണം. ഇവിടെ ഫസ്റ്റ് 2 സ്റ്റെപ്പും ലാൻഡിങ്ങും കഴിഞ്ഞതിന് ശേഷം മുകളിലോട്ടാണ്. ഇതിൽ ലൈറ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ. ഒരു ഇവിടുത്തെ ഇലക്ട്രീഷ്യൻ തന്നെ അതിൽ വയറിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ക്ലൈൻറ്റ് സ്കോപ്പിലാണ് ചെയ്തിട്ടുള്ളത്. നമ്മളതിന് ഹോൾസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി വയറിങ് കാര്യങ്ങളെല്ലാം ഇവിടുത്തെ ക്ലൈൻ്റാണ് ചെയ്തിട്ടുള്ളത്. നേരെ മുകളിൽ ഈ ഫിഷ് ടാങ്കിൻ്റെ നേരെ മുകളിൽ, ഞാൻ താഴെ പറഞ്ഞ ടാങ്കിൻ്റെ മുകളിൽ ഒരു നല്ലൊരു ഗ്ലാസ് പെർഗോള വരുന്നുണ്ട്. അതിനും നമ്മൾ മെറ്റലിൻ്റെ ഫ്രെയിം അടിച്ചിട്ടുണ്ട്. ഈ ഭാഗത്താണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാൻഡിലിവർ ആയിട്ടാണ് ഇവിടുത്തെ സ്ട്രക്ചർ കൊടുത്തിട്ടുള്ളത്. സൈഡിൽ ചുമരിനകത്ത് പ്ലേറ്റ് കൊടുത്തിട്ട് അതിൽ നിന്നാണ് ഇതിൻ്റെ കണക്ഷൻസ് എല്ലാം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്ററിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു പക്ക കാൻഡിലിവർ സ്റ്റെയർ കേസ് ആവും. വേറെ സപ്പോർട്ട് കാര്യങ്ങളൊന്നും കാണില്ല. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫ്ലോർ ലെവൽ തന്നെയാണ്. സാധാരണ ഉള്ളൊരു ആളുകൾ തീരെ ശ്രദ്ധിക്കാതെ പോകുന്നത് ഈ ഒരു ഹൈറ്റിൻ്റെ വ്യത്യാസമാണ്. ഇവിടെ ഓൾറെഡി കോൺക്രീറ്റ് കുറച്ച് കട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. കട്ട് ചെയ്യേണ്ടി വന്നതിൻ്റെ ഒരു കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ ഗ്യാപ്പ് നമുക്ക് കുറവായിരുന്നു. അപ്പോൾ സ്റ്റെപ്പിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫ്ലോർ കുറച്ചും കൂടെ കട്ട് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങൾ സ്റ്റെയർ കേസ് ചെയ്യുമ്പോഴേ, മെറ്റൽ സ്റ്റെയർ കേസ് ഒക്കെ ചെയ്യുമ്പോൾ ഫസ്റ്റേ ഒരു പ്ലാനിങ് ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കട്ടിങ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാം. ജസ്റ്റ് ഞങ്ങളുമായിട്ടൊന്ന് കൺസൾട്ട് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ സ്റ്റീലിൻ്റെ വിൻഡോ ഗ്രിൽസ് വെച്ചിട്ടുണ്ട്. ഇവിടെ UPVC വിൻഡോസ് ഒക്കെയാണ് വരുന്നത്. UPVC സ്ലൈഡിങ് വിൻഡോസ് ഒക്കെയാണ് ഈ വീട്ടിൽ വരുന്നത്. അതിന് വേണ്ടിയിട്ട് ഒരു സേഫ്റ്റി പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റലിൻ്റെ സേഫ്റ്റി ഗ്രില്ല് നമ്മളെ ഫാക്ടറി മെയ്ഡായിട്ട് ചെയ്തതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പെർഫെക്ഷനും ഫിനിഷിങ്ങും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. നമ്മളെ ഫാക്ടറിയിൽ നിന്ന് ചെയ്തെടുത്തുകൊണ്ടാണ് ഇത്രയും പെർഫെക്ഷൻ. അപ്പോൾ ഫാക്ടറി മെയ്ഡായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായിട്ട് പെർഫെക്ഷൻ കിട്ടുമെന്നുള്ളതാണ്. പിന്നെ ഇൻസ്റ്റാളേഷൻ സൈറ്റിൽ വന്നിട്ട് ചെയ്തു. ഇനി ഇവിടെ പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് എപ്പോഴും ഈ ഇതുപോലത്തെ ഗ്രിൽസ് പ്ലാസ്റ്ററിങ്ങിന് മുമ്പായിട്ട് ചെയ്യുകയാണെങ്കിൽ 4 ഭാഗം പ്ലാസ്റ്ററിങ്ങിൽ കറക്റ്റ് പോയി കിട്ടും. അപ്പോൾ ആ ഫ്രെയിം ഒന്നും പുറത്ത് കാണില്ല. ഈ ഭാഗത്തും ഒരു പെരഗോള വരുന്നുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലും ഒരു മെറ്റലിൻ്റെ ഗ്ലാസ് പെരഗോള വരുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ മെറ്റൽ ഫ്രെയിംസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ വീടിൻ്റെ ഒരു ആംബിയൻസ് കണ്ടില്ലേ നിങ്ങൾ. ഡബിൾ ഹൈറ്റ് കൊടുത്തതുകൊണ്ട് നല്ല ഈ സൈഡിലും ആ സൈഡിലൊക്കെ ഡബിൾ ഹൈറ്റും ഗ്ലാസ് പെരഗോളകളും ഒക്കെ കൊടുത്തതുകൊണ്ട് തന്നെ എയർ പാസിങ്ങും ലൈറ്റും അത്യാവശ്യം നന്നായിട്ട് ഈ വീട്ടിലുണ്ടാവും. ഇത്തരത്തിലുള്ള ലൈറ്റും ഇതൊക്കെ കിട്ടുമ്പോഴേ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ആയിരിക്കുമല്ലോ. അപ്പോൾ എയർ പാസിങ്ങും ലൈറ്റും ഇമ്പോർട്ടൻ്റ് ആണ് ഓരോ വീടിനെ സംബന്ധിച്ചും. ഇവിടെ നമ്മൾ ഔട്ട് സൈഡിൽ നമ്മളൊരു സർവീസ് സ്റ്റെയർ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് മുകളിലോട്ട് വാട്ടർ ടാങ്കും കാര്യങ്ങളെല്ലാം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ളൊരു സർവീസ് സ്റ്റെയറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ 2 സ്റ്റെയർ കേസും തമ്മിൽ ക്ലയൻറ്റിന് നിർബന്ധമായിരുന്നു 2 മോഡൽ തന്നെ വേണം എന്നുള്ളത്. ക്ലയൻറ്റ് കാൻഡിലിവർ ആയിട്ടുള്ള സ്റ്റെയർ കേസാണ് ഏറ്റവും ഇഷ്ടപ്പെടുന്നതെങ്കിലും നമുക്ക് ആ ഒരു സൈഡിൽ ഫസ്റ്റ് കയറുന്ന ഭാഗത്ത് നമുക്ക് വാൾ സപ്പോർട്ട് കുറവായതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഈ ഒരു മോഡലും ഇപ്പുറത്ത് കാൻഡിലിവർ ടൈപ്പ് മോഡലും ചെയ്തത് എന്നുള്ളതാണ്. രണ്ടും നല്ല ഭംഗിയുള്ള മോഡൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ കാൻഡിലിവർ മോഡലാവുമ്പോൾ നമുക്ക് കാണുന്ന ആളുകൾക്ക് അതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ചൊരു പേടി ഉണ്ടാവും. പക്ഷേ അതിൽ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചർ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. തിക്നെസ് കൂടിയ മെറ്റീരിയൽ തന്നെ ഉപയോഗിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റെയർ കേസിൻ്റെ റിക്വയർമെൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാം. ഫ്രീ ആയിട്ടുള്ളൊരു കൺസൾട്ടേഷൻ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും.